ഇറാനെ ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ്. സിറിയയിലെ യുദ്ധത്തിൽ ഇടപെടുകയോ ആയുധങ്ങൾ കൈമാറുകയോ ചെയ്യരുതെന്ന് ഇസ്രായേൽ ഇറാന് മുന്നറിയിപ്പ് നൽകി. സിറിയയിൽ ആസാദ് ഭരണകൂടത്തിൻ്റെ സൈനിക പ്രതിരോധം തകർത്ത് വിമതപക്ഷത്തുള്ള ഭീകര സംഘടനകൾ മുന്നേറുന്നതിനിടയിലാണ് ഇറാന് താക്കീതും മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സിറിയയുടെ വടക്ക് കിഴക്കൻ മേഖലകളിൽ ഭീകരരുമായി നടന്ന ഏറ്റുമുട്ടലുകളിൽ സിറിയൻ സൈന്യം പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ നിഗമനമനുസരിച്ച് ഇറാന്റെ കൈകടത്തലുകൾ സിറിയയിൽ നടക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇത് തടയുവാനാണ് ഇസ്രായേൽ ഇറാന് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, ഇസ്രായേൽ പ്രതിരോധ സേനാ ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവിയും സിറിയയിലെ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. സിറിയയുമായി അതിർത്തി പങ്കിടുന്ന ഇസ്രായേൽ സിറിയയിലെ സാഹചര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ്. അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ പൗരന്മാർക്കെതിരെയുള്ള ഏതു വെല്ലുവിളികളെയും നേരിടാൻ സൈന്യം സജ്ജമാണെന്നും IDF നേതൃത്വം വ്യക്തമാക്കുന്നു. അതിനിടെ സിറിയയിലെ വിമത ഭീകരർ അലേപ്പോയ്ക്ക് പുറമെ സിറിയൻ പട്ടണമായ ഹമയും കീഴടക്കി. ഹമയിൽ നിന്നും സർക്കാർ സൈനികരെ തുരത്തുകയും ചെയ്തു. വടക്കൻ സിറിയയുടെ പല ഭാഗങ്ങളും ഇപ്പോൾ ഭീകരരുടെ കൈകളിലാണ്. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ ആസദിന്റെ സഖ്യകക്ഷികളായ റഷ്യ, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും എന്ത് നടപടിയാണ് ഇനി സിറിയയിൽ ഉണ്ടാകുന്നത് എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇതിൽ ഇറാന്റെ ഇടപെടൽ കൂടുതലുണ്ടാകുന്നത് തടയുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേലിനുള്ളത്. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ രൂക്ഷമായി തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.